പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാതെ ദൈവത്തിൻ്റെ മൗനം നിങ്ങളെ തളർത്തുന്നുണ്ടോ പ്രിയ സഹോദര സഹോദരി? ജീവിതത്തിലെ അപ്രതീക്ഷിത വീഴ്ചകളിൽ തകർന്ന് ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്ന് കരുതി ആത്മീയമായ ഇരുട്ടിൽ തപ്പിത്തടയുകയാണോ നിങ്ങൾ? ലൂസിഫർ തൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു പ്രവൃത്തിയിലൂടെ സ്വർഗത്തിൽ നിന്ന് എന്നേക്കുമായി പുറന്തള്ളപ്പെട്ടപ്പോൾ വീണ്ടും വീണ്ടും പാപത്തിൽ വീഴുന്ന മനുഷ്യനെ ദൈവം തൻ്റെ കരുണയാൽ ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ക്രിസ്തു സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മം. അസൂയയും അഹങ്കാരവും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോഴും അവിടുന്ന് തൻ്റെ ഏകജാതനെ നൽകി നമ്മെ വീണ്ടെടുത്തത് നിരുപാധികമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നാം നന്ദി പറയാൻ മറക്കുമ്പോഴും സ്തുതിപ്പുകൾ നിലയ്ക്കുമ്പോഴും ശത്രു പിശാച് സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ മുറിവേറ്റ ഒരാത്മാവ് ഈശോയെ നന്ദി എന്ന് മന്ത്രിക്കുമ്പോൾ നരകം വിറകൊള്ളുന്നു. ഒരു ചെറിയ ഹല്ലേലൂയ വിളിക്ക് നിങ്ങളുടെ നിരാശയുടെ ചങ്ങലുകളെ തകർക്കാനും അന്ധകാരത്തെ നിശബ്ദമാക്കാനും സ്വർഗീയമായ കരുത്തുണ്ട്. വിശുദ്ധർ പഠിപ്പിക്കുന്നത് പോലെ പൂർണ്ണമായ ശരണപ്പെടലിലും നന്ദി നിറഞ്ഞ ഹൃദയത്തിലുമാണ് വിശുദ്ധി ആരംഭിക്കുക. അതിനാൽ കുറ്റബോധത്തിലോ ഭയത്തിലോ ആത്മീയ തളർച്ചയിലോ ഇനി നിങ്ങൾ തളർന്നിരിക്കരുത്. നിങ്ങളെ സ്നേഹിക്കുന്നത് നിർത്താത്ത ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആത്മവിശ്വാസത്തോടെ മടങ്ങി വരിക. അസൂയ വെടിഞ്ഞ് ദൈവം അനുഗ്രഹിച്ചതിനെ വാഴ്ത്താൻ പഠിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പുതിയൊരു പ്രകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. വിശ്വാസത്തോടെ അവിടുത്തെ ബലിപീഠത്തിലേക്ക് അടുക്കാം. കാരണം അവിടുത്തെ കരുണ നമ്മുടെ പരാജയങ്ങളെക്കാൾ എത്രയോ വലുതാണ്. ഈ നിമിഷം നമ്മുടെ സങ്കടങ്ങൾ മറന്ന് നമുക്ക് ഒന്നു ചേർന്ന് പാടാം ഈശോയെ നന്ദി, ഹല്ലേലൂയ, ആമേൻ എന്ന്. വർഷം മുഴുവനും സുവിശേഷ ചിന്തകളും പ്രാർത്ഥനകളും നൊവേനകളും വരാനിരിക്കുന്ന പോഡ്കാസ്റ്റ് വിവരങ്ങളും താമസമില്ലാതെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എൻ്റെ കൂടെ ഒരുമിച്ച് യേശുവേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് ഒരു തവണയെങ്കിലും പറയുമോ? ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.